നോക്കുമ്പോൾ കണ്ടില്ലേ അട്ട കടിച്ചിട്ടുള്ള ചോരയാണത്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഉള്ളൊരു ക്ലൈമറ്റ് കണ്ടോ, മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തുള്ളൊരു ക്ലൈമറ്റാണ് ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞാലേ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ മഴയും കോടയും കണ്ടിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഈ കാറിൽ പോണവരൊക്കെ നമ്മളെ നോക്കിയിട്ട് ഏതാണ് ഈ പിള്ളേർ എന്നുള്ളൊരു രീതിയിലാണ് നോക്കണത്. അപ്പോൾ നമുക്കിത് നല്ല കോട കിട്ടി ഇവിടെ. അപ്പോൾ കോടയുടെ അടുത്ത് തന്നെ അവിടെ ഒരു മരം മുറിക്കുന്നുണ്ട് ഫോറസ്റ്റുകാർ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ നിർത്തിച്ചിരിക്കുകയാണ്. നല്ല രസത്തിലുള്ള കോടയാണ് ഇപ്പോൾ കുറച്ച് നേരമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ കൊമ്പ് വീണു. ഇനി അത് കട്ട് ചെയ്ത് പീസാക്കണം. അതുവരെ ഇവിടെ നിൽക്കേണ്ടി വരും തോന്നുന്നുണ്ട്, അറിയില്ല, നമുക്ക് എന്തെങ്കിലും നോക്കാം. അപ്പോൾ നമ്മളിത് ഇവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ്. കുറച്ച് നേരമായി നമ്മുടെ മരം മുറി കഴിഞ്ഞിട്ടില്ല. എല്ലാ വണ്ടികളും ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. കുറേ 2-3 കാറുകളുണ്ട്. ഇപ്പോൾ ഇത് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് കോട വന്നു കേട്ടോ. നമ്മുടെ ഈ സൈഡിലൊക്കെ ഫുള്ള് ഫെൻസിങ് കണ്ടിട്ടുള്ളത്. ആനയുടെ കാൽപ്പാടൊക്കെ കണ്ടു, അതായത് ചളിയിൽ പതിഞ്ഞുള്ള ആനയുടെ കാൽപ്പാട് നമ്മൾ പറഞ്ഞ വഴിക്ക് കണ്ടിരുന്നു. പക്ഷെ ഒരു ആനേനെ പോലും നമ്മൾ കണ്ടില്ല. അപ്പോൾ അങ്ങനെ ഞാനും നെതി റൈഡ് ചെയ്തിട്ട് നമ്മൾ ഷോളയാർ ഡാം കഴിഞ്ഞിട്ടൊക്കെയാണ് നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വണ്ടിയിലെ നമ്മുടെ ഗോപ്രോയിലെ ബാറ്ററി കഴിയുകയും ചെയ്തു. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പണി കിട്ടിയത് നമുക്കിപ്പോൾ. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, നമുക്കിവിടെ ഷോളയാർ ഡാം കാണാൻ പറ്റും. ഈ കാണുന്നതാണ് നമ്മുടെ ഷോളയാർ ഡാം, ഈ പോയിന്റിലുള്ളത്. ശരിക്കും പറഞ്ഞാലേ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ മഴയും കോടയും കണ്ടിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഈ കാറിൽ പോണവരൊക്കെ നമ്മളെ നോക്കിയിട്ട് ഏതാണ് ഈ പിള്ളേർ എന്നുള്ളൊരു രീതിയിലാണ് നോക്കണത്. ശരിക്കും ഇവർക്ക് എന്താ പ്രാന്താണോ എന്നുള്ള രീതിയിലാണ് നോക്കണത്. അപ്പം ഞാനും നെതി നിന്നിട്ട് ഈ കാറിൻ്റെ ഉള്ളിൽ പോണവരെ ഇവരെന്ത് ഈ മഴയും കോടയൊന്നും കൊള്ളാണ്ട് കാറിൻ്റെ ഉള്ളിലിരുന്ന് പോകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പറയും. പറയാതിരിക്കാൻ വയ്യ. അത് എന്താ പറയുക, തള്ളാതൊന്നും വിചാരിക്കരുത് നിങ്ങൾ. ശരിക്കും ഒരു വണ്ടി എടുത്താണ്ട് ഇറങ്ങിക്കോളാം ഈ മഴക്കാലത്ത്. ഈ മഴയും ഈ കോടയും ഫീൽ ചെയ്ത് വണ്ടി ഓടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ജസ്റ്റ് നിങ്ങൾ ആക്റ്റീവ് ആയാലും ശരി, ആ ഒരു വണ്ടി റൈഡ് ചെയ്യുക ഈ മഴയുടെയും കോടയുടെ ഉള്ളിൽ കൂടെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറഞ്ഞതെന്നുള്ളത്. അയാളോട് ബിസ്ക്കറ്റൊക്കെ മണ്ടൻ പറമ്പിൽ തിന്നെയാണ്. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ എന്നോട് പറഞ്ഞതാണ് അവൻ. ഞാൻ ഇനി വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞതാവല്ല. ഇപ്പോൾ ഉള്ള ബിസ്ക്കറ്റൊക്കെ തിന്നിട്ടാവും നിൽക്കുന്നത് ഇവിടെ. ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് 2 കാറ്റഗറി ബൈക്കായിട്ടാണ്. ഒന്ന് സ്പോർട്സ് ബൈക്കുമാണ്, ഒന്ന് അഡ്വഞ്ചർ ബൈക്കാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ നിഞ്ച 400 നമ്മുടെ ദുബായിലിരിക്കുന്ന നമ്മുടെ CBR ഒരുപാട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. കാരണം ആ റൈഡിങ് പൊസിഷൻ മാത്രം, ബാക്കിയൊന്നുമില്ല. ആ റൈഡിങ് പൊസിഷൻ നമ്മുടെ CBR ഞാൻ ഒരുപാട് മിസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഹിമാലയനെ കുറിച്ച് നമ്മൾ പറയാനില്ല. ഓൺ റോഡും ഓഫ് റോഡും അടിപൊളിയായിട്ടുള്ളൊരു വണ്ടിയാണ് നമ്മുടെ ഹിമാലയൻ. ഇതിന് പക്ഷേ ഓഫ് റോഡ് കൊണ്ടുപോകുമ്പോൾ നമുക്ക് പരിമിതികളുണ്ട്. അതായത് നമ്മുടെ നിഞ്ചയ്ക്കൊക്കെ നമുക്ക് അറിയാം, സ്പോർട്സ് ബൈക്കുകൾക്ക് പരിമിതികളുണ്ട്. നമ്മുടെ CBR നമ്മൾ ലഡാക്കിൽ എല്ലാ കുണ്ടും കുഴിയും ഒക്കെ ചാടിച്ച് പോകുന്ന പോലെയല്ല. പക്ഷേ ഇതിൻ്റെ ഈ കവാസാക്കി റേസിംഗ് ടീമിന് ഇതിലുള്ള മറ്റേ ആ അടിയിലുള്ള ഗാർഡൊക്കെ വരുന്നതൊക്കെ ശരിക്കും മര്യാദയ്ക്ക് നമ്മൾ കുണ്ടും കുഴിയും നോക്കിയെടുത്തില്ലെങ്കിൽ അതൊക്കെ തട്ടിപ്പോവും. നമ്മുടെ CBR ആകുമ്പോൾ നമ്മൾ എന്താ പറയുക, ഏത് എല്ലാ പാടത്തു കൂടിയും പറമ്പിൽ കൂടിയൊക്കെ നമ്മൾ ചാടിച്ച് കൊണ്ടുപോകാറുണ്ട്. പക്ഷെ അതുപോലെ ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഉള്ളൊരു ക്ലൈമറ്റ് കണ്ടോ, മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തുള്ളൊരു ക്ലൈമറ്റാണ് ഈ കാണുന്നത്. നോക്കിയാൽ ഒന്നും കാണില്ല, ഫുള്ള് കോട കൊണ്ട് നിറഞ്ഞ് നിൽക്കുകയാണ്. നമ്മൾ വാങ്ങിയ ബിസ്ക്കറ്റ്, ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ്, ഇതേ ഒരാൾ വന്നിട്ട് ആക്രാന്തം കാണിച്ചിട്ട് ഇതാ തിന്നുണ്ട് ഇവിടെ. ഇവിടെ ആൾ ആ ബിസ്ക്കറ്റ് ഫുള്ള് അവൻ നിലത്ത് തട്ടിട്ടു. കഴിച്ചോട്ടെ, നല്ല വിശപ്പുണ്ട് തോന്നുന്നുണ്ട് അതിന്. നല്ല മഴയാണ്.
നല്ല രീതിക്ക് ഫോഗുണ്ട്. ആ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് ഫോഗ് നിറഞ്ഞ് നിൽക്കുകയാണ്. നമ്മുടെ എന്താ പറയുക, ഗോപ്രോയിലെ ബാറ്ററി കഴിഞ്ഞ കാരണമാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നമായത് ഇപ്പോൾ. അല്ലെങ്കിൽ പോണ വഴിക്കൊക്കെ ഫുള്ള് കോട നിറഞ്ഞിട്ടുള്ള കാഴ്ചകളുണ്ട്. അതൊക്കെ ശരിക്കും മിസ് ചെയ്തു. ഞാൻ കണ്ണുകൊണ്ട് മാത്രം ക്യാച്ച് ചെയ്തുള്ളൂ, ക്യാമറയിൽ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കഴിച്ച് നമ്മൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ ഡാമിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. കുറച്ച് ഡാമിൻ്റെ ഷട്ടർ കുറച്ച് തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് നേരമായിട്ട് നദി ഇപ്പോൾ ഹിമാലയൻ ഓടിക്കുകയാണ്, ഞാൻ നിഞ്ച ഓടിക്കുകയാണത്. അങ്ങനെ നമ്മൾ കുറേ മഴയൊക്കെ കൊണ്ട് ഇതാണ് നിൻ്റെ കോലം. ഫുള്ള് നനഞ്ഞു കുളിച്ചിട്ട് നിൽക്കണം. ഫോണൊക്കെ ആണെങ്കിൽ ഫുള്ള് നനഞ്ഞിട്ടുണ്ട്. ദൂരം നോക്കുമ്പോഴുള്ള ഒരു വ്യൂ കണ്ടില്ലേ. പിന്നെ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചു, എൻ്റെ കാലിൻ്റെ മുകളിൽ ചോര. നോക്കുമ്പോൾ ഇതേ കണ്ടില്ലേ, അട്ട കടിച്ചിട്ടുള്ള ചോരയാണത്. നമ്മളാ തേയിലത്തോട്ടത്തിൻ്റെ അവിടെ നിർത്തിയപ്പോൾ നമ്മുടെ ഷൂവിൻ്റെ മുകളിൽ ഒരു അട്ട ഉണ്ടായിരുന്നു. അതിനെ ചവിട്ടി അരച്ച് കൊല്ലുകയാണ് ചെയ്തത്. ഇത് കാലിൻ്റെ ഉള്ളിൽ കയറി നിൽക്കായിരുന്നു തോന്നുന്നുണ്ട്, അത് കാരണം ഞാൻ കണ്ടില്ല. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് കാൽമേക്ക് നോക്കിയപ്പോൾ ചുവപ്പ് കളർ കാണുന്നു. നമ്മൾ എത്ര ദൂരം റൈഡ് ചെയ്തിട്ട് നമ്മളിപ്പോഴാണ് ആനനെ കണ്ടത്. നമ്മുടെ സിൽവർസ്റ്റോമിൻ്റെ മുന്നിലുള്ള ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ വന്നിട്ട് ഫസ്റ്റ് റൈഡ് എടുത്തപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഒഴിഞ്ഞ സ്ഥലം, അവിടെ 2-3 ആനകൾ കൂട്ടങ്ങട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ മറ്റേ ഈ ഭാഗത്തായിട്ടൊരു തുമ്പിക്കൈ മറ്റു പോയൊരു ആനയും കൂടി ഉണ്ട്.